ടി ജി, ഇറാൻ, അമേരിക്ക, ഇസ്രായേൽ ഈ വിഷയത്തിൽ പാകിസ്ഥാൻ മധ്യസ്ഥം വഹിച്ചു. അതേസമയം വിശ്വഗുരു എന്ന് പറയുന്ന അല്ലെങ്കിൽ ഇന്ത്യ അല്ലെങ്കിൽ അത് നരേന്ദ്രമോദി ഒന്നും മധ്യസ്ഥം വഹിച്ചില്ല, പാകിസ്ഥാൻ ആ ഒരു ക്രെഡിറ്റ് കൊണ്ടുപോയി എന്നൊക്കെ പറഞ്ഞ് ഇപ്പോൾ രാഹുൽ ഗാന്ധി ആയിരുന്നു പ്രധാനമന്ത്രി ആയിരുന്നെങ്കിൽ ചർച്ച ഇന്ത്യയിൽ നടന്നേനെ എന്നൊക്കെയുള്ള വാദഗതികൾ കമൻറ്റുകളായിട്ട് സോഷ്യൽ മീഡിയയിലൊക്കെ വരുന്നുണ്ട്. പാകിസ്ഥാൻ എന്ത് മധ്യസ്ഥത വഹിച്ചു എന്നാണ് ഈ നമ്മുടെ മണിച്ചിത്രത്താഴിലെ ഒരു സീനില്ലേ, തിലകനും മോഹൻലാലും നിന്ന് സംസാരിക്കുന്നു. ഇടയ്ക്ക് തിലകൻ നെടുമുടി വേണുവിനോട് പറയുന്നു, 2 കസേര എടുത്ത് ആ മുറ്റത്തിട്ടേ. നെടുമുടി വേണുവിന് അത് ഇഷ്ടപ്പെടുന്നില്ല, പക്ഷെ നിവൃത്തിയില്ല, ബുദ്ധിമുട്ടി കസേര കൊണ്ടുവരും. അപ്പോൾ അങ്ങനെ ഞങ്ങൾക്കിരുന്ന് ചർച്ച ചെയ്യാനായിട്ട് 2 കസേര എടുത്ത് ഇടുക അപ്പുറത്ത്. ഇതാണ് പാകിസ്ഥാൻ ചെയ്ത്. പിന്നെ ചായ, പരിപ്പോട് ഇതുപോലത്തെ സാധനങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത്. പരിപ്പോട് ആ നാരായണൻ്റെ കടയിൽ നിന്ന് മതി കേട്ടോ, വെറുതെ അവിടെ ഇവിടെ നിൽക്കുന്നു. ഇല്ല, അത് നല്ലത്, അത് നീക്കെ ചെയ്തോളാം. ഇതൊക്കെയാണ് പാകിസ്ഥാൻ്റെ ജോലി. അല്ലാതെ പാകിസ്ഥാൻ എന്താ മധ്യസ്ഥത വഹിച്ചു? മധ്യസ്ഥത എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ 2 കൂട്ടരോടും സംസാരിക്കുന്നു, എന്താ തൻ്റെ ഡിമാൻഡ്, എന്താ, ഇന്ന കാര്യങ്ങൾ. നടക്കില്ല കേട്ടോ, നടക്കില്ല. ആദ്യം പറഞ്ഞ കാര്യം വേണ്ടാന്ന് വയ്ക്കും, ബാക്കിയുള്ളത് ഞാൻ അവനോട് സംസാരിക്കാം, അല്ലെങ്കിൽ ഇത് ഇവിടെ വെച്ച് ഞാൻ തീർക്കും. ഇവനോടും പറയും, എടോ ഇങ്ങനെയൊക്കെയാണ് അവൻ പറയുന്നത്. അവൻ പറയുന്നതിനകത്ത് ന്യായമില്ലേ? ചുമ്മാ താൻ ബഹളം, തനിക്ക് കുറേ തടിയുണ്ടെന്ന് കരുത്, ശരിയൊന്നുമല്ല. അല്ല ചേട്ടാ, ഞാനിതിന്ന് പിന്മാറിയില്ലെങ്കിൽ ഞാൻ പിന്മാറ്റിക്കാൻ എനിക്കറിയാം, വേറെ എന്നെ കൊണ്ട് വേണ്ടാത്ത ഇത് ചെയ്യരുത്. അല്പം ഭീഷണിപ്പെടുത്തിയും ഫിസിക്കലി പിടിച്ചു മാറ്റാനുള്ള ആരോഗ്യവും സംഗതിയും ഒക്കെ ആയിട്ട് 2 കക്ഷികളെയും ഒരു സ്ഥലത്ത് എത്തിച്ച്, എന്നാൽ ഇത് പരമരഹസ്യമായിട്ട് ഈ പറഞ്ഞ ഡയലോഗൊന്നും പുറത്തു പോകില്ല. ചർച്ച വളരെ നല്ല സമാധാന അന്തരീക്ഷത്തിലായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ചിരിച്ച് ഫോട്ടോയൊക്കെ എടുത്ത് പോകും. ഇതാണ് മധ്യസ്ഥത. ഇതിൽ വല്ലതും പാകിസ്ഥാൻ ചെയ്തോ? ഒന്നും ചെയ്തില്ല. പാകിസ്ഥാൻ ഈ മുറിയിലിരുന്ന് അമേരിക്ക പറയുന്ന കാര്യം അപ്പുറത്ത് പോയി ഇറാനോട് പറയും, ഇപ്പുറത്ത് വന്ന് പറയും. നടന്ന് പണ്ടറണമെങ്കിൽ ഷഹബാസ് ഷെരീഫ് 2ാം നിലയിലോ മറ്റുമാണ് ഇറാൻ താമസിച്ചത്, 4ാം നിലയിൽ കൊണ്ടുപോയി അമേരിക്കക്കാരനെ താമസിപ്പിച്ചു. ഷഹബാസ് ഷെരീഫിന് അറിയില്ല ഇതിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കേണ്ടി വരുമെന്ന്. ഒരു 5 സ്റ്റാർ ഹോട്ടൽ സെറീൻ, ആ ഹോട്ടലിലാണ്. ആ ഒരു ഹോട്ടലിൻ്റെ ഒരു മൂലയിൽ നിന്നും മറ്റേ മൂലയിലേക്ക് 1.5 കിലോമീറ്റർ നടക്കണ്ടേ, ലിഫ്റ്റ് കയറുകയും വേണം. ഇതൊക്കെയാണ് പാകിസ്ഥാൻ വഹിച്ച മധ്യസ്ഥത. ഇന്ത്യ മധ്യസ്ഥതയ്ക്ക് പോയിരുന്നത് നന്നായി, നമ്മുടെ തടി ചീത്തയാകുന്ന ഏർപ്പാടാണ്. നമ്പർ 2, നമ്മൾ വിചാരിച്ചാൽ പോലും മധ്യസ്ഥനാകാൻ പറ്റുമായിരുന്നില്ല. രാഹുൽ ഗാന്ധിയല്ല, ഇനി ഇന്ദിരാഗാന്ധി എണീറ്റ് വന്നാൽ പോലും. കാരണം ട്രംപിൻ്റെ ആവശ്യം ഒരു മുസ്ലിം രാജ്യം വേണം. ഇറാനുമായിട്ടാണല്ലോ ചർച്ച. ഇറാൻ കംഫർട്ടബിൾ ആകണമെങ്കിൽ ഒരു മുസ്ലിം രാജ്യം വേണം. അപ്പോൾ അതിൽ മുസ്ലിം രാജ്യം എന്ന് പറയുമ്പോൾ ആദ്യം ഓർമ്മയിൽ വരുന്ന ഗൾഫ് രാജ്യങ്ങളാണ്. പക്ഷെ ഗൾഫ് രാജ്യങ്ങൾക്കെതിരെ എല്ലാം മിസൈൽ ആശാൻ അയച്ചിട്ടിരിക്കുക. പിന്നെ എന്തു ചെയ്യും? ഇങ്ങേര് മിസൈൽ അയക്കാത്തൊരു രാജ്യം ഈ പറഞ്ഞ മിഡിൽ ഈസ്റ്റിലുള്ളത് ഈജിപ്റ്റാണ്. ഈജിപ്തിനോട് ചോദിച്ചു, ഈജിപ്റ്റ് പറ്റില്ല എന്ന് പറഞ്ഞു. ഞങ്ങൾക്ക് പറ്റില്ല, ഞങ്ങൾ കൂടാം, പക്ഷേ ആ ലീഡ് നെഗോഷിയേറ്ററായിട്ട് ഞങ്ങൾക്ക് പറ്റില്ല. എന്താ സംഭവം എന്നറിയാം? ഇസ്രായേൽ അയൽവക്കത്ത് കിടക്കുന്നു. ഇസ്രായേലിനെതിരെയാണല്ലോ ഈ മധ്യസ്ഥ ശ്രമം. ഇസ്രായേലില്ലല്ലോ ഈ ചർച്ചയിൽ. ഇസ്രായേലില്ല എന്ന് പറയുമ്പോൾ തന്നെ നെതന്യാഹു ഈ ചർച്ച എങ്ങനെ പൊളിക്കാമെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കും. ചർച്ചയും പൊളിക്കും, മധ്യസ്ഥനെയും പൊളിക്കും. തൊട്ടയൽവക്കത്താണ് ഈജിപ്റ്റ് കിടക്കുന്നത്. ഇന്ന് വരെ ഒരു മണ്ണ് നുള്ളി ഇട്ടിട്ടില്ല നെതന്യാഹു ഈജിപ്റ്റിൻ്റെ മേത്ത്. അങ്ങനെയുള്ള ഈജിപ്റ്റ് മധ്യസ്ഥനാകാൻ പോയിട്ട് നെതന്യാഹുവിൻ്റെ തല്ല് മേടിക്കേണ്ട വല്ല കാര്യം അവർക്കുണ്ട്. അതുകൊണ്ട് അവർ പറഞ്ഞു, ഞങ്ങൾ കൂട്ടത്തിൽ പാട്ടൊക്കെ പാടി ഇങ്ങനെ താളമൊക്കെ ഇട്ട് തരാം, അല്ലാതെ ചീഫ് നെഗോഷിയേറ്റർ പറ്റില്ല. തുർക്കി പറ്റില്ല. 3 മിസൈൽ തുർക്കിയുടെ നെഞ്ചത്തും അടിച്ചിട്ടുണ്ട് ഇറാൻ. മധ്യസ്ഥനാവാൻ പറ്റില്ല. ജോർഡന് 1 മിസൈൽ അയച്ചു ജോർഡൻ്റെ തലയ്ക്ക്. ജോർഡന് പറ്റില്ല. ഇറാഖിൽ ആളില്ല, സിറിയയിൽ നാഥനില്ല, ലെബനൻ തല്ലുകൊണ്ട് വിഷമിക്കുന്നു. ഈ മുസ്ലിം രാജ്യം ഏതാണ് ഇപ്പോൾ? പോയി ഇന്തോനേഷ്യ വിളിച്ചു ചോദിച്ചു.
ഇന്തോനേഷ്യ പറഞ്ഞു ഞങ്ങൾ മധ്യസ്ഥം വഹിക്കാം, കുഴപ്പമില്ല. പക്ഷേ ഒരു കാര്യം മാത്രം, ഈ പ്രശ്നം തീർന്നിട്ട് അടുത്ത യുണൈറ്റഡ് നേഷൻസ് ജനറൽ അസംബ്ലി വരുമല്ലോ, അതിൽ വെച്ച് ഞങ്ങൾ ഇസ്രായേൽ എന്ന രാഷ്ട്രത്തെ അംഗീകരിക്കാൻ പോവുകയാണ്. ഞങ്ങളുടെ എംബസി ടെലവീവിൽ തുറക്കും, അവരുടെ എംബസി ഇന്തോനേഷ്യയിൽ തുറക്കും. ഇത് ഞങ്ങൾ ചെയ്യാനുള്ള തീരുമാനം ഇൻറ്റേർണലി എടുത്തിട്ടാണ് ഞങ്ങൾ ഇരിക്കുന്നത്. വേണമെങ്കിൽ പറ, ഞങ്ങൾ മധ്യസ്ഥത വഹിക്കാം. അയ്യോ അത് ശരിയാവില്ല, ആ കാര്യം മറ്റുള്ളവരൊക്കെ അറിയില്ലേ, അപ്പോൾ നിങ്ങൾ ഇസ്രായേലിൻ്റെ ഭാഗമാണെന്ന് വരുമല്ലോ. വരും, മധ്യസ്ഥത വേണമെങ്കിൽ പറ, ഞങ്ങൾ ചെയ്യാം. ഇന്തോനേഷ്യയും പറ്റില്ല. അവസാനം ട്രംപ് പറഞ്ഞു, എടാ നമ്മുടെ ആ ജോലിക്കാരനില്ലേ പാകിസ്ഥാൻ, അത് അവനോട് പറ, അത് ചെയ്യാൻ പറ, അവനത് ചെയ്യും. അയ്യോ അവനിതിൽ റോളൊന്നുമില്ലല്ലോ, അവന് ഈ ചായ കൊണ്ടുവന്ന് കൊടുക്കുക, പരിപ്പുവട, പഴംപരി ഇതൊക്കെ എത്തിക്കുക, ഇത്രയല്ലേ ഉള്ളൂ. അതവൻ ചെയ്തോളും, അതിനൊക്കെ മിടുക്കൻ അവൻ. ഈ മറ്റേ ആസിം മുനീറൊക്കെ നല്ല പഴംപരി ഉണ്ടാക്കുന്ന ആൾക്കാർ. അങ്ങനെയാണ് പാകിസ്ഥാൻ. ഈ ബോഷ്കിന് നമ്മൾ പോയി നമ്മൾ രക്ഷപ്പെട്ടതാണ്. ഞാൻ പറയട്ടെ, ഇതിപ്പോൾ കഴിഞ്ഞ ഈ യുദ്ധം ഫെബ്രുവരിയിൽ തുടങ്ങി, അതിന് മുമ്പുള്ള യുദ്ധം മുതൽ വ്ളാദിമിർ പുടിൻ അങ്ങോട്ട് ഓഫർ ചെയ്യുന്നുണ്ട് ഞാൻ മധ്യസ്ഥത വഹിക്കാം. ഇപ്പോഴും പുള്ളി ചെയ്തു. ഇപ്പോൾ പാകിസ്ഥാനിലെ മധ്യസ്ഥത ഫെയിലായി എന്ന് പറഞ്ഞപ്പോൾ പുടിൻ്റെ ലാവ്റോവിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് വന്നു, വി ആർ റെഡി. എന്താ അംഗീകരിക്കാത്തത്? എന്താ പാകിസ്ഥാൻ്റെ പോലെ സാമർഥ്യം കുറവാണോ റഷ്യക്ക്? അമേരിക്ക സമ്മതിക്കില്ല. കാരണം ടഫായിട്ടുള്ള മീഡിയേറ്റേഴ്സിനെ അമേരിക്കയ്ക്ക് പറ്റില്ല. അമേരിക്കയ്ക്ക് വേണ്ടത് ചായ കൊണ്ടുവന്ന് തരാൻ ആൾ, അതാണ്. അതിന് പാകിസ്ഥാനാണ് പറ്റിയത്. അമേരിക്കയ്ക്ക് ചായയും പരിപ്പുവടയും കൊണ്ടുപോയി കൊടുക്കാനുള്ള സൗഭാഗ്യം നമുക്ക് കിട്ടാത്തതിൽ നമ്മൾ സന്തോഷിക്കുക. ഇതൊക്കെ എന്ത് മധ്യസ്ഥത എനിക്കറിയാം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ മധ്യസ്ഥത വഹിക്കാഞ്ഞത് നന്നായി. നമ്മൾ വിചാരിച്ചാൽ പോലും വഹിക്കുമായിരുന്നുമില്ല. കാരണം അവരുടെ കൺസിഡറേഷൻ വാസ് ഒരു ഇസ്ലാമിക് കൺട്രി വിച്ച് ഹാസ് ഗുഡ് റിലേഷൻസ് വിത്ത് ഇറാൻ ആൻഡ് അമേരിക്ക. നമ്പർ 2, പാകിസ്ഥാനിൽ വെച്ചാലുള്ള ഒരു ഗുണം നോക്കിക്കോ. ഇപ്പോൾ ഇന്തോനേഷ്യയിലാണെങ്കിൽ ഇറാൻ ഇന്തോനേഷ്യ വരെ പോകണം, എത്ര രാജ്യങ്ങൾ ക്രോസ് ചെയ്യണം. പാകിസ്ഥാനാകുമ്പോൾ തൊട്ടയൽവക്കത്തെ വടക്ക് വശത്താണ്. വടക്കേ വെയിൽ നൂണ്ട് കഴിഞ്ഞാൽ പാകിസ്ഥാനായി, ഒരു റിസ്ക്കും ഇല്ല. ഇതൊരു റിസ്ക് അല്ലേ? ഈവൻ ഇന്ത്യയിൽ വയ്ക്കുകയാണെങ്കിൽ പോലും ഗൾഫ് കൺട്രീസ് കടന്നു വേണം ഇറാൻ ഇങ്ങോട്ട് വരാൻ. അല്ലെങ്കിൽ പിന്നെ ആ ചാബഹാർ ഇപ്പം ഇടുക്കിലൊക്കെ കൂടെയൊക്കെ വരണം, വലിയ പ്രയാസമാണ്. വേറൊരു രാജ്യം ക്രോസ് ചെയ്ത് ഇറാൻ്റെ നേതാക്കന്മാർ ഇപ്പോൾ സഞ്ചരിക്കുന്നത് ഡേഞ്ചറസാണ്. ഇസ്രായേലൊന്നും ചെയ്യില്ല കേട്ടോ. ഇസ്രായേൽ ചെയ്യാനാണെങ്കിൽ പണ്ടേ ചെയ്തേനെ. ഈ അബ്ബാസ് അറാഖ്ചി, ഈ ഗാലിബാഫ്, അവരുടെ സ്പീക്കർ, ഇവരെയൊക്കെ തട്ടാൻ ഇസ്രായേലിന് പണ്ടേ സാധിച്ചേനെ. കുറച്ച് പേരെ ഇസ്രായേൽ ഇങ്ങനെ നിർത്തിയിരിക്കുകയാണ്. വർത്തമാനം പറയാൻ ആരെങ്കിലും വേണമല്ലോ, അതുകൊണ്ട് അവരെ വെച്ചിരിക്കുക. അല്ലാതെ അതുകൊണ്ട് അവർ ഫ്ലൈറ്റിൽ പോയിരുന്നെങ്കിൽ ഇസ്രായേൽ കൊന്നു കളഞ്ഞാൽ അങ്ങനെയുള്ള പേടി വേണ്ട. ബട്ട് മറ്റ് രാജ്യങ്ങൾക്ക് മുകളിലൂടെ ഇറാൻ ഇപ്പോൾ പറക്കുന്നത്, ഇറാന് അതിനുള്ള ധൈര്യമില്ല. ലുക്കറ്റ് നെതന്യാഹു, പുള്ളി അമേരിക്കയിലേക്ക് പോകുന്നതിന് കഴിവുന്നതും യൂറോപ്പ് ഒഴിവാക്കിക്കൊണ്ടാണ് പോകുന്നത്. ചിലപ്പോൾ ഫ്രാൻസിൻ്റെ തീരത്തോ മറ്റോ ഒന്ന് തൊട്ടിട്ട് അങ്ങനെ കടന്നു കളയും. കാരണം ഇതാണ് ഇൻ്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ് വാർ ക്രൈം അങ്ങേര് കൊലപാതകയാണെന്നോ അങ്ങനെ എന്തോ തീരുമാനിച്ചിട്ടുണ്ട്. പുടിൻ നോക്ക്, പുടിനും ഈ ട്രംപും തമ്മിൽ കൂടിക്കാഴ്ച നടന്നു. എവിടെ വെച്ചാണ്? അലാസ്കയിൽ. എന്താ അലാസ്കയിൽ ആ തണുപ്പത്ത് കൊണ്ടുപോയി വയ്ക്കാൻ കാര്യം? അലാസ്ക അമേരിക്കയുടെ ഭാഗമാണ്, റഷ്യയുടെ വളരെ അടുത്താണ്. അലാസ്കയുടെ മുനമ്പും റഷ്യയുടെ മുനമ്പും തമ്മിൽ ആകെ വ്യത്യാസം 2.5 കിലോമീറ്റർ, 2.2 കിലോമീറ്റേഴ്സ്. അതുകൊണ്ടാണ് അലാസ്ക, അല്ലെങ്കിൽ ന്യൂയോർക്കിലോ വാഷിങ്ടണിലോ വയ്ക്കരുതോ. അവിടെ വയ്ക്കണമെങ്കിൽ വേറെ കൺട്രി ക്രോസ് ചെയ്ത് വരേണ്ടി വരും. പുടിനും ഇവരുടെ വാർ ക്രിമിനലാണ് ICJയുടെ. ഇതൊക്കെയാണ് ഇതിൻ്റെ പ്രശ്നങ്ങൾ. ഇതൊന്നും അറിയാൻ പറ്റാതെ ചുമ്മാ പാകിസ്ഥാൻ മധ്യസ്ഥനായി, നമ്മളായില്ല, അതുകൊണ്ട് നരേന്ദ്രമോദി മോശക്കാരൻ. നരേന്ദ്രമോദി കഞ്ഞി കുടിക്കാനുള്ള വകയുണ്ടാക്കുന്നത് പാകിസ്ഥാനിലുണ്ടോ? എത്രയാ? 358 രൂപ 1 ലിറ്റർ പെട്രോൾ, 422 രൂപ 1 ലിറ്റർ ഡീസൽ പാകിസ്ഥാനിൽ. പാകിസ്ഥാൻ രൂപയാണ്. ഇന്ത്യൻ രൂപയായിട്ട് അത് കൺവേർട്ട് ചെയ്യുമ്പോൾ 170 160 രൂപ വരും. എന്നാലും ഇവിടെ പെട്രോളിന് 160 രൂപ ഇല്ലല്ലോ, ഉണ്ടോ?
എന്നിട്ട് മോദിക്ക് ഒരു മധ്യസ്ഥനായില്ല, വല്ലവൻ്റെയും മഴക്കിൽ പോയി തല വെച്ചിട്ട് നമുക്ക് പറയാനുള്ള കാര്യം നമ്മൾ പറഞ്ഞു. നമ്മളുടെ ഒരു കപ്പലും ഹോർമൂസിൽ തടഞ്ഞു വെച്ചില്ല. ആ കൺഫ്യൂഷൻ ഉണ്ടായ കുറച്ച് ദിവസം ഒരു കപ്പലും പോയില്ല, നമ്മുടെ കപ്പലും പോയില്ല, റിസ്ക് എടുക്കാതെ. അത് കഴിഞ്ഞിട്ട് നമ്മുടെ കപ്പൽ വിട്ടു. നമുക്ക് പിന്നെന്താ പരാതി? നമ്മുടെ സ്റ്റാൻഡ് വളരെ ക്ലിയറാക്കി ഇന്നലെ കുറേ കൂടെ സ്ട്രോങ് ആയിട്ട് നമ്മൾ പറഞ്ഞു, സ്ട്രെയിറ്റ് ഓഫ് ഹോർമൂസ് എന്ന് പറയുന്നത് ഇൻ്റർനാഷണൽ വാട്ടർവേ ആണ്. അതിലാരും നിയന്ത്രണങ്ങൾ കൊണ്ടുവരാൻ പാടില്ല. അതൊരു ബേസിക് കാര്യമാണെന്നേ. ഒരു റോഡിൻ്റെ രണ്ട് വശത്തുള്ള വീട്ടുകാർ തമ്മിൽ വഴക്കാണെന്ന് പറഞ്ഞിട്ട് റോഡ് ബ്ലോക്ക് ചെയ്യാൻ ആരെങ്കിലും സമ്മതിക്കുമോ? റോഡ് നാട്ടുകാർക്കെല്ലാം പോകാനല്ലേ, നിങ്ങൾ തമ്മിൽ വഴക്കണം, റോഡ് ബ്ലോക്ക് ചെയ്യണം. അതെന്ത് പരിപാടി? പകുതി റോഡ് എൻ്റെ ആണ്, പകുതി റോഡ് അയാളുടെ, അങ്ങനെയൊന്നുമല്ല. മുഴുവൻ റോഡും നാട്ടുകാരുടെ മുഴുവൻ പേരുടെയാണ്. നിങ്ങൾക്കും അവകാശമുണ്ട്, നാട്ടുകാർക്കെല്ലാം അവകാശമുണ്ട്. ഇതാണ് ഇന്ത്യയുടെ സ്റ്റാൻഡ്. ഇത് ഇൻ്റർനാഷണലി അക്സെപ്റ്റഡ് സ്റ്റാൻഡല്ലേ. ഇറാനും അത് ചെയ്യരുതായിരുന്നു. ഇറാൻ വിഷമിച്ചു, തല്ലുകൊണ്ട് വിഷമിച്ചു. ശരി, തല്ലുകൊണ്ട് വിഷമിച്ചു, അതുകൊണ്ട് നാട്ടുകാരെ മുഴുവൻ ഞാൻ തല്ലു എന്ന് പറയുന്നത് എവിടുത്തെ മര്യാദയാണ്? എന്ത് കാര്യമാണ്? ഗൾഫ് കൺട്രീസിനെ ആക്രമിച്ചു, അവിടെ അമേരിക്കയുടെ ബേസസ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് ജോർഡാനെ ആക്രമിച്ചതിന്, തുർക്കിയെ ആക്രമിച്ചതിന്. തുർക്കിയിൽ ബേസ് ഉണ്ടാവാം, പക്ഷേ ബേസ് ഉള്ളതുകൊണ്ടൊന്നും അല്ല തുർക്കിയെ ഇരിക്കട്ടെ നിൻ്റെ തലയിൽ ഒരെണ്ണം എന്ന് പറഞ്ഞിട്ടാണ്. ഇറാൻ വെറുതെ വിട്ടത് പാകിസ്ഥാനെയും അഫ്ഗാനിസ്ഥാനെയും മാത്രമാണ്. ബാക്കി സകലമാന രാജ്യങ്ങളിലേക്കും അവർ മിസൈൽ വിട്ടു. ഇപ്പം മിസൈൽ തീർന്നു. അല്ലെങ്കിൽ ഇപ്പോൾ ട്രംപിന് നേർക്ക് വിടേണ്ടതല്ലേ. മുൻ US പ്രസിഡൻറ്റുമാരെല്ലാം ഉപ്പുവെള്ളത്തിൽ കിടക്കുകയാണ്. എബ്രഹാം ലിങ്കൺ, ജോർജ് ബുഷ്, ജെറാൾഡ് ഫോർഡ്, ഈ കപ്പലുകൾ മുഴുവൻ ഉപ്പുവെള്ളത്തിൽ കിടക്കും. ഒരു ഹൈപ്പർസോണിക് മിസൈൽ അടിച്ച് തീർക്കരുതോ ഇറാന്? തീർക്കുന്നില്ല. കാരണം ലോഞ്ചറില്ല, മിസൈലില്ല, കാലിയായി ഇറാൻ. വലിയ പ്രയാസത്തിലായി. ഒരു രീതിയിൽ നമുക്ക് കഷ്ടവും തോന്നും, ഇത്ര നല്ല ഫൈറ്റിംഗ് സ്പിരിറ്റോടെ ഇവിടം വരെയൊക്കെ എത്തി. പക്ഷേ അമേരിക്കയുടെ കാൽക്കുലേഷൻ അതായിരുന്നു, ഇന്നല്ലെങ്കിൽ നാളെ നിൻ്റെ കയ്യിലുള്ള ആയുധങ്ങൾ തീരും. ഇതൊക്കെ ഇസ്രായേലിൻ്റെ ബുദ്ധിയാണ്. ഇസ്രായേൽ ഇവരുടെ മിസൈൽ തകർക്കുന്നതിന് പകരം ഇസ്രായേൽ പറഞ്ഞു, മിസൈൽ തകർത്തിട്ട് കാര്യമില്ല, മിസൈൽ ലോഞ്ചർ തകർക്കുക. ഒരു ലോഞ്ചർ വെച്ചിട്ട് കൂടെ നിങ്ങൾക്ക് മിസൈൽ അയക്കാം. ലോഞ്ചർ ഇല്ലെങ്കിൽ പിന്നെ നിങ്ങൾ എന്ത് ചെയ്യും? മിസൈലേ അയക്കാൻ പറ്റില്ല. മിസൈലുണ്ട്, ലോഞ്ചറില്ല, എന്ത് ചെയ്യും? അപ്പോൾ ആ രീതിയിൽ ലോഞ്ചറുകൾ തകർത്ത് ഇവരുടെ കപ്പാസിറ്റി കുറച്ച് കൊണ്ടുവന്നു. വലിയ ഓപ്പറേഷനാണ് നടന്നത്. ബട്ട് ഇതിൽ പരമരഹസ്യമായിട്ട് ഇപ്പോഴും നിൽക്കുന്നത് ഇറാനിൽ എന്ത് സംഭവിക്കുമെന്ന് ആർക്കും അറിയില്ല. ഇൻ്റർനെറ്റ് കട്ട് ചെയ്യുന്നു. എത്ര 44-ാം ദിവസമാണ് ഇന്ന് ഇൻ്റർനെറ്റ് കട്ട് ചെയ്തിട്ട്. വാസ്തവത്തിൽ പഴയ രീതിക്കാണെങ്കിൽ ഇറാനിൽ അതിഭയങ്കരമായ ബഹുജന പ്രക്ഷോഭം നടക്കുന്നുണ്ടാവണം. ബട്ട് അത് അവർ മൂടി വയ്ക്കുന്നു. എങ്ങനെയോ ഇതിപ്പോൾ എന്താകും ഈ ഒരു സ്ഥിതി ഇങ്ങനെ? അതായത് ഉക്രൈൻ റഷ്യ വാർ തുടങ്ങി ഇപ്പോൾ വർഷങ്ങളായി. അപ്പോൾ അടുത്തത് വീണ്ടും ഇത് മറ്റുള്ളവരും ഇതിൻ്റെ ബലം അനുഭവിക്കുന്നുണ്ടല്ലോ. അല്ല, അതുണ്ടെങ്കിലും ഇതിനിപ്പോൾ ഒരു പരിഹാരമാകുന്നത് ഇപ്പോൾ സ്ട്രെയിറ്റ് ഓഫ് ഹോർമൂസിൽ കടന്നതോടെ വീണ്ടും ഇതിൻ്റെ സിറ്റുവേഷൻ്റെ കൺട്രോൾ അമേരിക്കയുടെ കയ്യിലേക്ക് വന്നു. ഇടയ്ക്ക് ഇറാൻ്റെ കയ്യിലേക്ക് പോയിരുന്നു, ഇപ്പോൾ അമേരിക്കയുടെ കയ്യിൽ വന്നു. അതിനകത്ത് ഒരു മെയിൻ പ്ലെയർക്ക് ഇപ്പോൾ ശ്വാസം മുട്ടുന്നു, അത് ചൈനയാണ്. ചൈന കുറഞ്ഞ വിലയ്ക്ക് ഇറാൻ്റെ എണ്ണ കൊണ്ടുപോയിക്കൊണ്ടിരുന്നതാണ്. ഇപ്പോൾ ഇറാൻ്റെ എണ്ണയാണ് അമേരിക്ക തടയുന്നത്. ബാക്കിയുള്ള ആർക്കും തടയില്ല. നമ്മളെ എറണാകുളത്ത് ഹാർബർ പാലത്തിൽ ഒരാൾ നിൽക്കുന്നു, തൃപ്പൂണി തുറന്ന് വരുന്നവരെ എല്ലാം തടയും, ബാക്കി ആരെയും തടയില്ല. അപ്പോൾ ആലുവ പൊക്കോ, പറവൂർ പൊക്കോ, ആലപ്പുഴ പൊക്കോ, ചേർത്തല പൊക്കോ, തോപ്പുംപടി പൊക്കോ, തൃപ്പൂണിത്തുറ നിൽക്കലാം. ഇതാണ് ട്രംപ് ചെയ്യുന്നത് സ്ട്രെയിറ്റ് ഓഫ് ഹോർമസിൽ. ട്രംപിൻ്റെ കപ്പലുകൾ കിടന്ന് ആകെ ചെയ്യുന്നത്. അവ ഇത് ചൈനയുടെ ടാങ്കർ വരുന്നു. എവിടെ നിന്ന്? ഇറാനിൽ നിന്ന്. മിക്കവിടെ 3 ടാങ്കർ തിരിച്ചു വിട്ടു. ഈ പ്രദേശം മുട്ടുകല് തല്ലി പിടിക്കുക, ഏരിയയിൽ കണ്ടുപോയി ഓടാം. ഇപ്പോൾ ചൈന ഇപ്പോൾ ചൂടായി. ചൈന പറഞ്ഞു, ഞങ്ങളും ഇറാനും തമ്മിൽ കരാറുണ്ട്, എണ്ണ വാങ്ങുന്ന കരാർ. ആ കരാറിൽ ഒരു തേർഡ് പാർട്ടിക്ക് എങ്ങനെ ഇടപെടാൻ പറ്റും? നിങ്ങളവിടെ എന്തോ ഗുണ്ടായിസം കാണിക്കുന്നതൊക്കെ ഞങ്ങൾ കേട്ടു, പക്ഷേ
പക്ഷെ ഞങ്ങൾ തമ്മിലുള്ള കരാറിന് അത് തടസ്സമാവാൻ പാടില്ല. തനിക്ക് എന്താണെന്ന് വെച്ചാൽ ചെയ്യും, തനിക്ക് എണ്ണയല്ലേ വേണ്ടത്. ട്രംപിൻ്റെ മറുപടിയാണ്, തനിക്ക് എണ്ണയല്ലേ വേണ്ടത്, എൻ്റെ നിന്ന് വാങ്ങി. വേണം ഇഷ്ടം പോലെ. വെനീസുലിന് എണ്ണയുണ്ട്, നല്ല സ്വർണം പോലത്തെ എണ്ണ വെനീസുല. അമേരിക്കന് വേണമെങ്കിൽ അത്. ഇല്ലെങ്കിൽ പോട്ടെ, ഇത് രണ്ടും വേണ്ട, തനിക്ക് ഞങ്ങളെ ഇഷ്ടമല്ല, കാനഡയിൽ നിന്ന് വാങ്ങിച്ചോ, ബ്രസീലിൽ നിന്ന് വാങ്ങിച്ചോ. എണ്ണ ധാരാളം ഉണ്ടോ, എണ്ണ തരാൻ ഇറാൻ മാത്രമാണ്, താൻ വേറെ എവിടെയെങ്കിലും പോയി മേടിക്കുക. അപ്പം അങ്ങനെ റിപ്ലൈ കൊടുത്ത് നിർത്തിയിരിക്കുകയാണ്. അപ്പോൾ അടിയന്തരമായിട്ട് ഈ പ്രശ്നം അവസാനിപ്പിക്കാൻ ചൈനയ്ക്കും കൂടെ താല്പര്യമുണ്ടാകും, റഷ്യക്ക് നേരത്തെ താല്പര്യമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ മധ്യസ്ഥനെ മറ്റോ വേണോ ചേട്ടാ, ഇല്ല പറയാം, ശരി പറയണം കേട്ടോ എന്ന് പറഞ്ഞാണ് റഷ്യ നിൽക്കുന്നത്. റഷ്യക്ക് ഇതിൽ താല്പര്യമുണ്ട് നേരത്തെ മുതൽ. അപ്പോൾ റഷ്യക്കും ചൈനയ്ക്കും കൂടെ താല്പര്യം വന്ന സ്ഥിതിക്ക് ഏറ്റവും വേഗം ഇത് ഒരു സൊല്യൂഷൻ ആവാനാണ് സാധ്യത. ഇതിലിപ്പോൾ LPG-യുമായി ബന്ധപ്പെട്ട് നമ്മുടെ ഒരു നല്ലൊരു ശതമാനം ഇറക്കുമതി ഇറാനിൽ നിന്നാണ്. അപ്പോൾ അത് നമ്മളെ നന്നായിട്ട് ബാധിക്കും ഇനിയിപ്പോൾ ഈ രീതിയിൽ ഇങ്ങോട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ. അല്ല, നമ്മുടെ LPG കൂടുതലും നമ്മൾ ഒമാനിൽ നിന്നാണ്, ഖത്തറിൽ നിന്നാണ് ഏറ്റവും അധികം ഉണ്ടായിരുന്നത്. നമ്മൾ LPGക്ക് വേറെ മാർഗ്ഗങ്ങൾ കണ്ടിട്ടുണ്ട്. നമ്മൾ 43 സ്ഥലത്തുനിന്ന് മറ്റാണ് ഇപ്പോൾ ഈ അസംസ്കൃത എണ്ണയും LPG-യൊക്കെ വാങ്ങുന്നത്. ടോട്ടൽ 42-43 സ്ഥലങ്ങൾ. ഈ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് ഈ നോക്കാനും ചോദിക്കാനും ആരും ഇല്ലാത്ത ദ്വീപുകളിലൊക്കെ മോദി പൊയ്ക്കൊണ്ടിരുന്നില്ലേ, ബുർക്കിനോ ഫാസോ, കോങ്കോ, അത് ഇത്. അപ്പോൾ ഇപ്പോൾ ഇവിടെ ആൾക്കാർ ഇയാൾക്ക് ഇങ്ങേർക്ക് ഇത് തന്നെ പണി. രാവിലെ വിമാനം എടുത്തിട്ട് ആദ്യം അറ്റ്ലസ് എടുത്ത് വയ്ക്കും, ഭൂപടം, ഇന്ന് എവിടെയാണ് പോകേണ്ടതെന്ന് ചോദിച്ചു. ഇതേതാടാ ഇത്? ഇത് ചേട്ടാ ചെറിയൊരു രാജ്യം ബ്രൂണൈ, അവിടെ ഒരു സുൽത്താനുണ്ട്, പുള്ളി അങ്ങനെ ജീവിക്കാം, വിടറാ വണ്ടി ബ്രൂണൈക്ക് എന്ന് പറഞ്ഞ് കളിയാക്കിക്കൊണ്ടിരുന്നത് മോദിക്ക്. ഇപ്പോൾ ആ മനുഷ്യൻ അവിടെ എല്ലാം പോയിട്ട് കൊച്ചു കൊച്ചു കരാറുകളുണ്ടാക്കി 2 ലിറ്റർ 4 ലിറ്റർ 10 ലിറ്റർ ഇങ്ങനെ മേടിച്ച് ഇവിടെ കഞ്ഞി കുടിച്ച് കിടക്കുന്നു. ഇതിനാണ് അങ്ങേര് ഓടിക്കൊണ്ടിരുന്നതെന്ന് അങ്ങേർക്കും ബാക്കിയുള്ളവർക്കും അറിയാമായിരിക്കാം. അന്ന് പരിഹസിച്ചുകൊണ്ടിരുന്ന മോദിയെ. രാജ്യം ചുറ്റിക്കൊണ്ടിരിക്കുകയാണ്, 5 ദിവസം കൊണ്ട് 8 രാജ്യങ്ങൾ പോയി, എന്തുണ്ടാക്കാൻ പോവാണ് ഇയാൾ എന്നൊക്കെ പറഞ്ഞ് പുള്ളി ഓടി നടന്ന് ഈ കരാറുകളൊക്കെ ഉണ്ടായത്. നമുക്കൊരു എമർജൻസി വന്ന് നമുക്കിവിടെ ജീവിക്കണ്ടേ, അതുകൊണ്ടാണ് ഇവർ കഞ്ഞി കുടിച്ച് കിടക്കാൻ വേണ്ടിയിട്ടാണ് പുള്ളി ഇതൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഈ ഒരു പ്രശ്നം എന്താണ്, ഉടനെ ഈ ഒരു ചൈന റഷ്യ ഇടപെടലോട് തീരും? അവരും കൂടെ ഇടപെട്ട് കഴിഞ്ഞാൽ തീരാൻ പ്രധാന കാരണം ഇറാൻ തകർന്നു എന്നുള്ളതാണ്. ഇതിൽ സൗദി അറേബ്യ, UAE ഇവരുടെയൊക്കെ ഐഡിയ ഇറാനെ തകർക്കുക. അവർക്ക് ഈ അണവായുധവും ഉണ്ടാവരുത്, സാധാരണ ആയുധങ്ങൾ പോലും ലിമിറ്റ് കഴിഞ്ഞ് അവരുടെ കയ്യിൽ ഉണ്ടാവരുത്. ഗൾഫ് രാജ്യങ്ങൾക്കൊരു ത്രെറ്റ് ഇറാനാണ്. ഈ അമേരിക്കൻ ബേസ് ഗൾഫിൽ വന്നു എന്ന് പറയുന്നത് എന്തിനു വന്നു? ഇറാനെ ഭയന്നിട്ടാണ് ഇവരനുവദിച്ചത്. ചേട്ടാ ഇങ്ങോട്ട് പോകാം, അവൻ തല്ലാൻ വന്നു കഴിഞ്ഞാൽ എനിക്ക് അവനുമായിട്ട് തല്ലാനൊന്നും ആരോഗ്യമില്ല, അത് ഞാൻ നോക്കിക്കോളാം, അങ്ങനെയാണ് അമേരിക്ക വരുന്നത്. പിന്നെ ഇതിനകത്തെ ഡൈനമിക്സ് വേറെ ഉണ്ട്. UAE സൗദിയുമായിട്ട് നല്ല രസത്തിലല്ല. UAE പാകിസ്ഥാൻ വലിയ മധ്യസ്ഥൻ കളിച്ചപ്പോൾ UAE പറഞ്ഞു, താൻ എനിക്കൊരു 3.5 ബില്യൺ കാശ് തരാനുണ്ടല്ലോ, ഡോളർ, അതിങ്ങോട്ട് കാലം കുറേയായി ചേട്ടാ, ഇച്ചിരി ടൈറ്റാണ്. അതൊന്നും ഞാനിപ്പോൾ ടൈറ്റായി യുദ്ധവും സംഗതിയൊക്കെ ആയിട്ട് നിൽക്കുക, കാശിട്. അത് ഒരു പ്രശ്നം അങ്ങനെ നിൽക്കുന്നു. ഇപ്പോൾ കൊടുക്കാൻ 11-ാം തീയതി കൊടുക്കാമെന്ന് പറഞ്ഞാൽ കൊടുത്തിട്ടില്ല, ഇന്ന് 14-ആയി. ഇതിനിടയ്ക്ക് ഈ പാകിസ്ഥാൻ മധ്യസ്ഥത വഹിക്കുന്ന സമയത്ത് UAE-യുടെ ഫൈനാൻസ് മിനിസ്റ്റർ ഡൽഹിയിൽ വന്നു. എന്തിനു വന്നു എന്ന് ആർക്കും അറിയില്ല, വന്നു തിരിച്ചുപോയി. മധ്യസ്ഥതയുടെ സെക്കൻഡ് ഡേ അവർ പോകാനുള്ള പുറപ്പാടാണ്. പത്രസമ്മേളനം വിളിച്ചു, എല്ലാം പൊളിഞ്ഞു എന്നൊക്കെ പറയുന്ന സമയത്ത് ജയശങ്കർ UAE-യിലേക്ക് പോയി. അപ്പോൾ സംതിങ് ഈസ് കുക്കിംഗ് ബിറ്റ്വീൻ ഇന്ത്യ, UAE, റഷ്യ. ഒരു പക്ഷേ ചൈന ഇതിലുണ്ടാവാം, ഇല്ലാതിരിക്കുക. ബട്ട് നമ്മൾ ഗൾഫ് രാജ്യങ്ങളുമായിട്ട് ക്ലോസ് കോർഡിനേഷനിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു, അതൊരു സത്യമാണ്. അപ്പോൾ അതെല്ലാം വെച്ചിട്ടാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഈ ക്രൈസിസ് ഏറ്റവും വേഗം അവസാനിക്കും. ഇറാൻ ഏകദേശം തകർന്നു കഴിഞ്ഞു, വയ്യാതായി കഴിഞ്ഞു.
അപ്പോൾ പിന്നെ സൗദിയും UAE ഒക്കെ പറയും ശരി എന്നാൽ പിന്നെ ഇനി നിർത്താം എന്ന് പറയും.